ദശാബ്ദങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമാകുന്നു. കൊട്ടാരക്കരയ്ക്ക് ഇനി വികസനത്തിന്റെ പുതിയ മുഖം. കഥകളിയുടെ ജന്മദേശമായ കൊട്ടാരക്കര നഗരം പതിറ്റാണ്ടുകളായി വീർപ്പുമുട്ടുന്ന ഗതാഗതക്കുരുക്കിന് ഇതോടെ ശാശ്വത പരിഹാരമാവുകയാണ്. നാടിന്റെ ചിരകാല സ്വപ്നമായിരുന്ന കൊട്ടാരക്കര ബൈപ്പാസ് പദ്ധതിക്ക് ചരിത്രപരമായ ഭരണ അനുമതി ലഭിച്ചു കഴിഞ്ഞു. ധനമന്ത്രിയും കൊട്ടാരക്കരയുടെ ജനപ്രതിനിധിയുമായ ശ്രീ KN ബാലഗോപാലിന്റെ അശ്രാന്ത പരിശ്രമത്തിന്റെ വിജയമായാണ് ഈ നേട്ടത്തെ വിലയിരുത്തുന്നത്. കൊട്ടാരക്കരയിലെ ജനങ്ങളുടെ ദീർഘനാളത്തെ ആവശ്യത്തിനാണ് ഇതോടെ സാക്ഷാത്കാരമാകുന്നത്. എന്തുകൊണ്ടാണ് ഒരു എലിവേറ്റഡ് ഹൈവേയേക്കാൾ ഉപരിയായി ബൈപ്പാസ് പദ്ധതിക്ക് മുൻഗണന ലഭിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. നഗരമധ്യത്തിലൂടെ കടന്നുപോകുന്ന മേൽപ്പാലങ്ങൾ പലപ്പോഴും താഴെയുള്ള പ്രാദേശിക വാണിജ്യത്തെയും ജനസഞ്ചാരത്തെയും ദോഷകരമായി ബാധിക്കാറുണ്ട്. എന്നാൽ ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നതോടെ ചിത്രം മാറുകയാണ്. നഗരഹൃദയത്തിലെ തിരക്ക് ഒഴിവാകുന്നതോടെ കൊട്ടാരക്കര കൂടുതൽ ജനസൗഹൃദമാകും. മാത്രമല്ല, വാഹനത്തിരക്കിൽ ശ്വാസം മുട്ടിയിരുന്ന പ്രാദേശിക കച്ചവട സ്ഥാപനങ്ങൾക്ക് ഇതൊരു പുത്തൻ ഉണർവ് നൽകുമെന്നും ഉറപ്പാണ്. ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്നതിനൊപ്പം തന്നെ നഗരത്തിന്റെ തനിമയും സൗന്ദര്യവും കാത്തുസൂക്ഷിക്കാനും ഈ പദ്ധതിക്ക് കഴിയും. ബൈപ്പാസ് കേന്ദ്രീകരിച്ചുണ്ടാകുന്ന വികസനം കൊട്ടാരക്കരയുടെ സമ്പദ് വ്യവസ്ഥയുടെ സമഗ്രമായ വളർച്ചയ്ക്കും വഴിയൊരുക്കും. ചുരുക്കത്തിൽ കൊട്ടാരക്കരയുടെ ചരിത്രത്തിലെ തന്നെ സുപ്രധാനമായ ഒരു നാഴികക്കല്ലാവുകയാണ് ഈ ബൈപ്പാസ് പദ്ധതി.